16-ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കം. ഹേസുങ് ഡോഹുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂത്ത വക്കീൽ വരുന്നത് കാണും. അവൾ ഉടനെ നിലത്ത് കുത്തിയിരിക്കും. പക്ഷേ അയാൾ അവളെ കണ്ടിട്ട് നീ എന്താ ഇവിടെ, നമുക്ക് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണ്ടേ? അയാൾ നോക്കുമ്പോൾ അവൾ എഴുന്നേൽക്കും. ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. കോടതി കേസ് പിൻവലിക്കാതെ എൻ്റെ അച്ഛനെ കുറ്റവിമുക്തനാക്കുക ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ ജൂറി ട്രയൽ ആവശ്യപ്പെട്ടത്. ജൂറി അദ്ദേഹം ഇന്നസെൻ്റ് ആണെന്ന് പറഞ്ഞാൽ ജഡ്ജിനത് അംഗീകരിക്കാതെ കഴിയില്ല. ജൂറിയെ മുഴുവൻ കൺവിൻസ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഞങ്ങളുടെ ബെസ്റ്റ് ചെയ്യും. ഡോവൻ അവരോട് നന്ദി പറഞ്ഞ് അവിടെ നിന്ന് പോകും. ഹേസും ക്ലോസിംഗ് ആർഗ്യുമെൻറ്റ് നീ ചെയ്യുമോ? ഞാൻ ഓൾറെഡി 26 വർഷം മുമ്പ് പരാജയപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങളല്ലേ അത് ചെയ്യേണ്ടത്. നീ ഇപ്പോൾ അവളെ നോക്കുന്നത് കണ്ടിട്ട് എന്നേക്കാൾ ഉപരി നീ ആ കേസ് ജയിക്കണമെന്ന് തീരുമാനിച്ചതുപോലെ തോന്നുന്നു. അതുകൊണ്ട് നീ അത് ചെയ്യണം. വീണ്ടും കോടതി മുറിയിൽ പ്രോസിക്യൂഷൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലോസിംഗ് ആർഗ്യുമെൻറ്റ് തുടങ്ങാം. വിക്ടിം അവൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു ക്രൈമാണ് 26 വർഷം മുമ്പ് ചെയ്തത്. ഡിഫൻഡൻറ്റിൻ്റെ പാതി ജീവിതം അവൾ ജയിലഴിക്കുള്ളിലാക്കി. അതിനുള്ള ശിക്ഷ അവൾക്ക് നിയമപ്രകാരം ലഭിച്ചേനെ. പക്ഷേ ഡിഫൻഡൻറ്റ് സ്വയം നിയമം കയ്യിലെടുത്ത് അവളെ കുത്തി അവരുടെ ജീവൻ തന്നെ അപകടത്തിലാക്കി. ഇദ്ദേഹം അന്യായമായി ജയിലിൽ കിടന്നുവെന്നത് സത്യമാണ്. അതിലെനിക്കും വിഷമമുണ്ട്. പക്ഷേ അന്നത്തെ വിധി തെറ്റായിരുന്നുവെങ്കിൽ വീണ്ടും ഒരു പുനർവിചാരണയിലൂടെ ആയിരുന്നു അത് തിരുത്തേണ്ടിയിരുന്നത്. അതിനാണ് ഇവിടെ നിയമമുള്ളത്. അത് പാലിച്ചില്ല എങ്കിൽ ഈ ലോകം നിയമം അനുസരിക്കാത്ത ഒരു സമൂഹത്തിൻ്റെതായി മാറും. അതുകൊണ്ട് നിങ്ങളെല്ലാവരോടും ഞാൻ ശരിയായ തീരുമാനമെടുക്കാൻ ആവശ്യപ്പെടുകയാണ്. ഹേസുങ് ഇപ്പോൾ സൂഹിയെ നോക്കി ജൂറിയിലെ എത്ര പേര് നമ്മുടെ സൈഡിലുണ്ടെന്ന് ചിന്തിക്കും. അവൻ അവരെല്ലാം നോക്കി 4 എന്ന് കാണിക്കും. ആകെ 4 ഉള്ളോ? ഇനി 6 പേര് കൂടിയുണ്ട്. അവരെ എനിക്ക് കൺവിൻസ് ചെയ്യാൻ കഴിയുമോ? ഡിഫൻസ് കൗൺസിൽ, നിങ്ങളുടെ ക്ലോസിംഗ് ആർഗ്യുമെൻറ്റ് തുടങ്ങാമെന്ന് ജഡ്ജി പറയും. നെർവസ് ആകാതെ അടിപൊളിയായി ചെയ്യാൻ മൂത്ത വക്കീൽ പറയും. നെർവസോ? ഞാനോ? അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ച് സ്റ്റൈലായി വന്ന് ഹേസുങ് മൈക്ക് എടുക്കും. ഹോണറബിൾ ജഡ്ജ് ആൻഡ് പീപ്പിൾ ഓഫ് ജൂറി, നീണ്ട ഒരു കേസ് ഇത്ര സമയം ക്ഷമയോടെ കേട്ടിരുന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇവളെന്താ വല്ല പ്രൊമോഷണൽ പരിപാടിക്കും പോയിരിക്കുവാണോ? ഇവൾ ഇത് കുളമാക്കുന്ന മൂത്ത വക്കീൽ പിറുപിറുക്കും. അവൾ ഒരു നിമിഷം കണ്ണടച്ച് മുമ്പ് നടന്ന ഒരു സംഭവം ആലോചിക്കും. ലോയർ ചാ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൾ അങ്ങോട്ട് ചെന്ന് അയാളുടെ ഇയർഫോൺ ഊരിയെടുക്കും. നിങ്ങളെന്താ കേൾക്കുന്നേ? ഞാൻ കേസ് തുടങ്ങുന്നതിന് മുമ്പ് എപ്പോഴും പാട്ട് കേൾക്കും. ഇതെന്ത് പാട്ടാണെന്ന് ചോദിച്ച് അവളും അത് ചെവിയിൽ വെക്കും. ഇത് തീവിങ് മാക്പി എന്ന ഓപ്പറയിലെ പാട്ടാണ്. പക്ഷേ ഈ പാട്ട് എങ്ങനെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നേ? ഈ ഓപ്പറ ശരിക്കുള്ള ഒരു സ്റ്റോറിയാണ്. അവളിപ്പോൾ പറയും. നിങ്ങൾ ആരെങ്കിലും തീവിങ് മാക്പി എന്ന ഓപ്പറയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണിത്. ചെറിയൊരു കുട്ടിയെ അവളൊരു സ്റ്റീൽ പ്ലേറ്റ് കട്ടെടുത്തു എന്ന് പറഞ്ഞ് തൂക്കിലേറ്റി. പക്ഷെ പിന്നീട് മാക്പിയാണ് അത് മോഷ്ടിച്ചതെന്ന് മനസ്സിലായി. അതാണ് ഈ ഓപ്പറയുടെ സ്റ്റോറി. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ആ കുട്ടി എക്സ്ട്രീംലി അൺലക്കി ആയിരുന്നെന്നോ? എന്തിനാ മാക്പി അതെല്ലാം കട്ടെടുത്തത്? ഇങ്ങനെയുള്ള ചിന്തയായിരിക്കും അല്ലേ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക? അല്ല, ആ കുട്ടി അൺലക്കി ആയിരുന്നത് കൊണ്ടല്ല മരിച്ചത്. മാക്പിയും തെറ്റൊന്നും ചെയ്തില്ല. ഈ കേസിൽ ഡെഫിനറ്റായ ഒരു കുറ്റക്കാരനില്ല. എന്നാൽ കുറ്റക്കാരെന്ന് പറയുക ആ കോടതി മുറിയിലിരുന്ന് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി മനസ്സിലാക്കാതെ ആ പെൺകുട്ടിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ച ആളുകളാണ്. അവൾ സ്ക്രീനിൽ കുറച്ച് പിക്ചർ കാണിക്കും. എന്നിട്ട് പറയും, ഈ പിക്ചറിൽ കാണുന്നത് ഡിഫൻഡൻറ്റിൻ്റെ പഴയ സുഹൃത്തുക്കളാണ്. ഇവരൊക്കെ നല്ല ഹസ്ബൻഡായും അച്ഛനായും ഉദ്യോഗസ്ഥരായും ഒക്കെ ജീവിച്ചു. 26 വർഷം മുമ്പ് ശരിയായ ജഡ്ജ്മെൻറ്റ് നടത്തിയിരുന്നുവെങ്കിൽ ഈ പിക്ചറിൽ കാണുന്നത് പോലെയൊരു ജീവിതം ഡിഫൻഡൻറ്റിനും ജീവിക്കാമായിരുന്നു. ആ ചെറിയ പെൺകുട്ടിയെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തതുപോലെ ഇദ്ദേഹത്തിന് നഷ്ടമായ 26 വർഷവും നമുക്ക് തിരികെ കൊടുക്കാൻ കഴിയില്ല. അവൾ സൂഹയെ നോക്കും. അവൻ 7 എന്ന് കാണിക്കും. പ്രോസിക്യൂട്ടർ പറഞ്ഞതുപോലെ ഡിഫൻഡൻറ്റ് വിക്ടിമിനെ ആക്രമിക്കാതെ നിയമത്തിന് വിട്ടുകൊടുക്കണമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിയമത്തെക്കുറിച്ചുള്ള ചിന്ത എന്തായിരിക്കും? നിയമമാണ് അദ്ദേഹത്തെ അന്യായമായി ജയിലിലിട്ടത്. അതേ നിയമം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മകളെയും കരിയറിനെയും സുഹൃത്തുക്കളെയും അദ്ദേഹത്തിൽ നിന്ന് എടുത്തു മാറ്റിയത്. ഇതിനെല്ലാം ശേഷം വീണ്ടും ആ നിയമത്തിൽ വിശ്വസിക്കണമെന്നാണ് നമ്മൾ അദ്ദേഹത്തോട് പറയുന്നത്. നിങ്ങളായിരുന്നുവെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ? അവൾ സൂഹിയെ നോക്കുമ്പോൾ അവനിപ്പോൾ 8 എന്ന് കാണിക്കും. ഒരു പുനർവിചാരണയിലൂടെ ഡിഫൻഡൻറ്റിന് 26 വർഷം മുമ്പത്തെ വിധി തിരുത്തിയെടുക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ അത് ഒരുപാട് സമയമെടുക്കുന്ന വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ്. ഇനി ജീവിക്കാൻ അധിക ദിവസം അവശേഷിക്കാത്ത ഇദ്ദേഹത്തിന് ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. പുനർവിചാരണയുടെ വിധി വരുന്നതിന് മുമ്പ് തന്നെ ഡിഫൻഡൻറ്റിൻ്റെ ജീവിതം അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. സുഹി ഇപ്പോൾ 9 എന്ന് കാണിക്കും. അപ്പോഴേക്ക് പ്രോസിക്യൂട്ടർ എഴുന്നേറ്റ്, യുവർ ഓണർ, ഇവരുടെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് സമയം അവസാനിച്ചു എന്ന് പറയും. 26 വർഷം, നീണ്ട 26 വർഷം ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഡിഫൻഡൻറ്റ് കാത്തിരുന്നു. ദയവ് ചെയ്ത് അവൾക്ക് പറയാനുള്ളത് കേൾക്കണം. കൗൺസിലിന് കുറച്ച് സമയം കൂടി കൊടുക്കൂ. കൗൺസിൽ, നിങ്ങൾക്ക് തുടരാം. ഹോണറബിൾ പീപ്പിൾ ഓഫ് ജൂറി ആൻഡ് ഹോണറബിൾ ജഡ്ജസ്, ഈ ട്രയൽ ഡിഫൻഡൻറ്റിൻ്റെ ഇന്നസെൻസും അതുപോലെ തന്നെ അദ്ദേഹം നേരിട്ട ഇൻജസ്റ്റിസും തെളിയിക്കുന്നതാണ്. ഞാൻ നിങ്ങളെല്ലാവരോടും ഡിഫൻഡൻറ്റിന് ഒരു റീട്രയൽ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ വിധിയിലൂടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിയമം എന്താണെന്ന് നിങ്ങൾ കാണിക്കണം. സൂഹി ഇപ്പോൾ സന്തോഷത്തോടെ 10 വിരലും ഉയർത്തി കാണിക്കും. നിങ്ങൾക്കെല്ലാവർക്കും നന്ദിയെന്ന് പറഞ്ഞ് ഹേസുങ് അവസാനിപ്പിക്കും.
ഇപ്പോൾ കോമയിൽ കിടക്കുന്ന സ്ത്രീ അവരുടെ വിരലുകൾ ചെറുതായി അനക്കും. കണ്ണുകൾ പതിയെ തുറക്കും. സ്വർണ്ണമുടിക്കാരെയും കൂട്ടുകാരനും തല്ലും ബഹളം എല്ലാം വെച്ച് കോടതിയിലേക്ക് വരുവാണ്. അവർ ഓടി സുഹയുടെ അടുത്ത് വന്നിരിക്കും. നിങ്ങളെന്താ ഇവിടെ? വിധി വന്ന അടുത്തേക്ക് വിളിച്ച് കൗൺസിൽ ടീമിനെയും പ്രോസിക്യൂഷനെയും ഇങ്ങോട്ട് വിളിക്കാൻ പറയും. ഇപ്പോൾ ഇവരെല്ലാവരും കൂടിയുള്ള ചർച്ചയാണ്. എന്താ ഇത്ര ചിന്തിക്കാനുള്ളേ? ജൂറി പറയുന്നൊന്നും കാര്യമാക്കണ്ട, വിധി എന്നായിരുന്നു. എനിക്കെങ്ങനെ അത് തള്ളിക്കളയാനാവും? അത് വലിയ ബുദ്ധിമുട്ടാണ്. തീർച്ചയായും നിയമം നോക്കാതെ ജൂറി ചിന്തിക്കുന്ന പോലെ ചെയ്താൽ വലിയ തലവേദന ഒഴിഞ്ഞു കിട്ടും. ഹേസിങ്ങിനിപ്പോൾ ഒരു കോൾ വരും. ഹലോ ചോയി, ജൂറി എന്ത് തീരുമാനിച്ചാലും നിയമം പാലിക്കുകയാണ് ശരിയായ കാര്യം. മിണ്ടാതിരിക്കട്ടെ മരത്തലയാ, എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ആ ഓക്കെ താങ്ക്സ്. വിക്ടിമിന് ബോധം വന്നു. ഇപ്പോൾ ഹോൾ സ്റ്റോറി ചേഞ്ച് ആയില്ലേ? പ്രോസിക്യൂട്ടർ, നിങ്ങൾ മാത്രം ഇവിടെ സമ്മതിക്കാത്തത്. ഞാനിപ്പോഴും ജൂറിയുടെ തീരുമാനത്തിന് എതിരെ പോകുന്നത് ശരിയെന്നാണ് വിശ്വസിക്കുന്നത്. എങ്കിലത് നാളത്തെ ന്യൂസ് പേപ്പറിൽ വലിയ ഓളം സൃഷ്ടിക്കും. എന്തിനാണ് ജൂറി പാനലിൻ്റെ ആവശ്യമെന്ന് വരെ അവരെഴുതി വിടും. ഡോഹൻ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? നിന്റെ അഭിപ്രായം എന്താ? നമുക്ക് ഈ കുറ്റപത്രം പിൻവലിച്ചാലോ? ആ, അങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് മോശം ഐഡിയ ആയിരിക്കില്ല. ഞങ്ങളുടെ തലവേദന ഒഴിഞ്ഞു കിട്ടും. ഇല്ല, അത് നടക്കാൻ പോകുന്നില്ല. അത് നീ മാത്രം തീരുമാനിക്കേണ്ട കാര്യമല്ല. ഞാനിതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തോളാം. കുറ്റപത്രം പിൻവലിച്ചു എന്ന് പറഞ്ഞു വിധിക്കൂ. വീണ്ടും കോടതിയിൽ ദാൽചുങ്ങിൻ്റെ കേസിലെ വിധി പറയാൻ പോവുകയാണ്. ഡിഫൻഡൻറ്റ്, ദയവായി എഴുന്നേറ്റ് നിൽക്കൂ. അയാൾ എഴുന്നേൽക്കും. നീ വലിയൊരു മിസ്റ്റേക്കാണ് ചെയ്തത്. ഇതൊരു വാണിംഗ് കൊണ്ട് അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. എനിക്കറിയാം. ഡിഫൻഡൻറ്റ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊന്നുവെന്ന് പറഞ്ഞ് തെറ്റായ ശിക്ഷ അനുഭവിച്ചുവെങ്കിലും അത് നിയമത്തിന് വിടാതെ വിക്ടിമിനെ അറ്റാക്ക് ചെയ്തത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ നിയമപ്രകാരം ഡിഫൻഡൻ്റ് ഇന്നസെൻ്റ് ആണെന്ന് വിധിക്കുക ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും മുഴുവൻ ജൂറി പാനലും ഡിഫൻഡൻ്റ് കുറ്റക്കാരനല്ലെന്ന നിഗമനത്തിലാണ് എത്തിയത്. 26 വർഷം അന്യായമായി ജയിലിൽ കിടന്ന് അദ്ദേഹത്തിന് സ്വന്തം മകളെയും ജീവിതവും നഷ്ടമായെന്നാണ് ജൂറി വിശ്വസിക്കുന്നത്. ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ പോരായ്മകളും പ്രോസിക്യൂഷൻ അന്ന് സത്യം കണ്ടെത്താതിരുന്നതുമാണ് അതിന് കാരണം. നിയമത്തിൻ്റെ പേരിൽ വീണ്ടും അദ്ദേഹത്തെ ശിക്ഷിക്കുക എന്നത് അംഗീകരിക്കാനാവില്ല. പുനർവിചാരണ സാധ്യമാണെങ്കിൽ കൂടി അദ്ദേഹത്തിന് നഷ്ടമായ 26 വർഷം തിരികെ കൊടുക്കാനാവില്ല. ഡിഫൻഡൻറ്റിനിപ്പോൾ മാരകമായ രോഗമുള്ളത് കാരണം കുറ്റക്കാരനെന്ന് വിധിച്ചാൽ ശിഷ്ടകാലം മുഴുവൻ ജയിലിൽ ചിലവിടേണ്ടതായി വരും. വിക്ടിമിൻ്റെ വാക്കുകളാണ് ചെറിയൊരു കഷ്ണം ചില്ലുകൊണ്ട് അവരെ ആക്രമിക്കാൻ ഡിഫൻഡൻറ്റിനെ പ്രേരിപ്പിച്ചത്. ഒരിക്കൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞ അതേ കുറ്റത്തിന് വീണ്ടും ശിക്ഷിക്കുക എന്നത് വളരെ ക്രൂരവും അന്യായവുമായിരിക്കും. അതുകൊണ്ട് തന്നെ ജൂറിയുടെ അഭിപ്രായം അംഗീകരിക്കുകയാണ് ശരിയായ കാര്യമെന്ന് ഞങ്ങളും വിശ്വസിക്കുന്നു. അതേ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് പ്രോസിക്യൂഷനും കുറ്റപത്രം പിൻവലിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആയതിനാൽ ക്രിമിനൽ ലോ ആർട്ടിക്കിൾ 328 അനുസരിച്ച് ഈ കോടതി ഡിഫൻഡൻറ്റിന് എതിരെയുള്ള എല്ലാ കുറ്റവും പിൻവലിക്കുന്നതായി അറിയിച്ച് ഉത്തരവാകുന്നു. എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകും. ദാൽചുങ് പൊട്ടിപ്പൊട്ടിക്കരയും. മൂത്ത വക്കീൽ സന്തോഷവും സങ്കടവും കൊണ്ട് വിഷമിക്കും. ഹേസങ് അയാളെ ആശ്വസിപ്പിക്കും. ഇപ്പോൾ കോടതിയുടെ പുറത്ത് മൂത്ത വക്കീലും ദാൽചുങ്ങും കൂടെ സംസാരിച്ച് നിൽക്കുവാണ്. അയാൾ പറയും, വാ നമുക്ക് എൻ്റെ കാറിൽ പോകാം, ഞാൻ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാം. ദാൽചുങ് ചിരിച്ചുകൊണ്ട്, നിങ്ങളുടെ ആ പൊട്ടക്കാറിലോ? ആ കാർ 16 വർഷം എന്നെ സേഫായി കൊണ്ടുപോയി. അയാൾ ചിരിച്ചുകൊണ്ട് നോക്കുമ്പോൾ മുകളിലൂടെ ഡോഹുൻ പോകുന്നത് കാണാം. അവളല്ലേ എൻ്റെ മകൾ ഗായോൺ? അതെ, നീ എങ്ങനെ കണ്ടെത്തിയേ? അവൾ ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു. അപ്പോൾ നിനക്ക് ഇതും അറിയാമായിരിക്കുമല്ലോ. ജഡ്ജ് ഡേസുക്കിന് നിൻ്റെ ഭാര്യ ജീവനോടെ ഉണ്ടെന്ന് അറിയാമായിരുന്നു. പക്ഷേ അയാളത് മറച്ചു വെച്ചു. ഡേസുക്ക് എൻ്റെ മകളെ അഡോപ്റ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയപ്പോഴേ ഞാനത് ഗസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഹേസങ്ങും സൂഹയും അവർ സംസാരിക്കുന്നിടത്തേക്ക് വരും. നിനക്ക് അയാളോട് ദേഷ്യം തോന്നുന്നില്ലേ? തീർച്ചയായും അയാളെ കണ്ടാൽ കൊല്ലണമെന്ന ദേഷ്യമാണ് എനിക്കുള്ളത്. പക്ഷേ ഞാൻ അയാളോട് ക്ഷമിച്ചു. അയാൾ ചെയ്തു ഓർത്താൽ നിനക്ക് എങ്ങനെയാണ് ക്ഷമിക്കാൻ കഴിയുന്നത്? ഇനി ഒട്ടും സമയം അവശേഷിക്കുന്നില്ല. എൻ്റെ അവസാന നിമിഷം മറ്റൊരാളെ വെറുത്തുകൊണ്ടാവരുത്. എൻ്റെ ലാസ്റ്റ് ഇമോഷൻ അതാവണ്ട. അതുകൊണ്ടാണ് ഞാൻ അവളോട് ക്ഷമിച്ചത്, അല്ലാതെ എനിക്ക് അയാളെ ഇഷ്ടമായതുകൊണ്ടല്ല. ഹേസങ് ഇപ്പോൾ അവളുടെ അമ്മ പറഞ്ഞ കാര്യം ഓർക്കും. എന്നോട് പ്രോമിസ് ചെയ്യ്, നിൻ്റെ ജീവിതം മറ്റൊരാളെ വെറുത്തുകൊണ്ടാവരുത്. നിനക്ക് ഒരിക്കലേ ജീവിക്കാൻ അവസരം കിട്ടൂ. അത് നീ മറ്റുള്ളവരെ സ്നേഹിച്ച് ജീവിക്കണം. അമ്മയുടെ വാക്കുകൾ ഓർത്ത് അവളുടെ കണ്ണുകൾ നിറയും. സോഹ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കും. മൂത്ത വക്കീൽ ദാൽചുങ്ങിനെ കെട്ടിപ്പിടിച്ച് കരയും. ഇപ്പോൾ ഡോഹുനിൻ്റെ വീട്ടിൽ അവൾ വിഷമത്തോടെ വന്ന് അമ്മയെ കെട്ടിപ്പിടിക്കും. അമ്മ തിരിഞ്ഞു നോക്കുമ്പോൾ, ഡോഹുൻ? അമ്മ, ഞാൻ എന്ത് പറഞ്ഞാലും അമ്മയുടെ മോള് തന്നെയല്ലേ? എന്താ പറ്റി? ഞാൻ പറയുന്നത് അമ്മ ക്ഷമയോടെ കേൾക്കണം. എന്താ അത്? പിറ്റേ ദിവസം ജഡ്ജ് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ, ഇതെന്താ എനിക്കുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഞാനും ഡോഹനും കുറച്ചു കാലം എൻ്റെ പേരൻസിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ പോവാം. അതെന്തിനാ പോകുന്നേ? ഡോഹനിൽ നിന്ന് ഞാൻ എല്ലാം അറിഞ്ഞു, ദാൽചുങ്ങിനെക്കുറിച്ചും എല്ലാം. ഞാൻ നിങ്ങളുടെ കൂടെ 30 വർഷത്തിലധികമായി ജീവിക്കുന്നു. നിങ്ങൾ ഇത്ര ക്രൂരനായ ഒരാളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. നിങ്ങളെന്നെ പേടിപ്പിച്ചു കളഞ്ഞു. കുറേ കാലത്തേക്ക് എനിക്കിനി നിങ്ങളുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയില്ല. ഇതും പറഞ്ഞ് അവർ പോകും. അയാൾ ഭക്ഷണം കഴിക്കുന്നത് തുടർന്നുകൊണ്ട്,
ഞാനെന്ത് തെറ്റാ ചെയ്തേ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനൊരു തെറ്റും ചെയ്യുകയില്ല.